Hi all, welcome back to Candela Study Circle. നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സെക്ഷൻ 2 ക്വസ്റ്റ്യൻ പേപ്പറിലെ ഫിസിക്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇന്ത്യൻ നേവിയുടെ ASSRനും ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഗ്രൂപ്പ് എക്സിലും ചോദിക്കാറുള്ളത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യൻ ഡിഫൻസിലേക്ക് ജോലി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു ചാനലിലെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. മുൻ വർഷത്തെ ക്വസ്റ്റ്യൻസും നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള മറ്റ് ക്വസ്റ്റ്യൻസും എല്ലാം പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഇന്ത്യൻ നേവിയുടെയും ഇന്ത്യൻ എയർഫോഴ്സിൻ്റെയും ഇന്ത്യൻ ആർമിയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും സെപ്പറേറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് കൂടെ ഇതിൻ്റെ കൂടെ കാണണം. സോ നമുക്ക് എന്തൊക്കെയാണ് ഈ ഭാഗത്തെ ചോദ്യങ്ങളെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇഫ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഈസ് പ്ലേസ്ഡ് ഇൻസൈഡ് എ സ്ഫിയർ ഓഫ് റേഡിയസ് r, then the electric flux through the sphere will be. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് r റേഡിയസ് ആയിട്ടുള്ള ഒരു സ്ഫിയറിൻ്റെ ഉള്ളിൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് കൊണ്ടുവച്ചു. അങ്ങനെയെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫ്ലക്സ് എന്തായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ε0r, ഓപ്ഷൻ ബി ε0 ഡിവൈഡഡ് ബൈ r, ഓപ്ഷൻ സി ε0 ഇൻവേഴ്സ്, ഓപ്ഷൻ ഡി ε0. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യുന്നത് ഗോസസ് തിയറം ഉപയോഗിച്ചിട്ടാണ്. ഗോസസ് തിയറത്തിൽ ഫ്ലക്സ് കാണാനുള്ള ഇക്വേഷൻ φ = Q/ε0 ആണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇഫ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ ഉണ്ടാകുന്ന ചാർജ് എന്ന് പറയുമ്പോൾ 1 കൂളോംബ് ആണ്. 1 ഡിവൈഡഡ് ബൈ ε0. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫ്ലക്സ് 1/ε0 ആണ്. സോ നമുക്ക് ഓപ്ഷനിൽ 1/ε0 എന്ന് കൊടുത്തിട്ടില്ല, പകരം കൊടുത്തിട്ടുള്ളത് ε0 ഇൻവേഴ്സ് എന്നാണ്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്, ε0 ഇൻവേഴ്സ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ കറൻറ്റ് ഫ്ലോയിങ് ത്രൂ എ ബാറ്ററി ഓഫ് 18 volt if 3 equal resistance of 9 ohm each are connected in parallel across the battery. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു 18 വോൾട്ട് ബാറ്ററിയിൽ 9 ഓം വീതമുള്ള 3 റെസിസ്റ്റൻസ് പാരലലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കറണ്ട് എത്രയാണെന്നാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ തന്നിട്ടുള്ളത് 2 ഓം, 4 ഓം, 6 ഓം, 8 ഓം എന്നിങ്ങനെയാണ്. അപ്പം ഓം നിയമം അനുസരിച്ച് നമുക്കറിയാം ഇവിടെ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ I = V/R ആണ്. ഇനി ഇവിടെ ഉണ്ടാകുന്ന ടോട്ടൽ റെസിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് പാരലൽ കണക്ഷൻ ആണ്. സോ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണണം. 1/R = 1/R1 + 1/R2 + 1/R3 എന്നിങ്ങനെയാണ്. = 1/9 + 1/9 + 1/9. സോ ഡിനോമിനേറ്റർ എല്ലാം 9 ആണ്. സോ 3/9 ആണ് 1/R. 1/R = 3/9 or 1/3. സോ R = 3 ഓം ആണ്. സോ ഇനി നമുക്ക് ഇവിടെ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. I = ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് 18 ആണ് ഡിവൈഡ് ബൈ ഇവിടുത്തെ റെസിസ്റ്റൻസ് 3 ഓം ആണ്. സോ 6 ആംപിയർ ആണ് ഇവിടെ ഉണ്ടാകുന്ന കറണ്ട്. സോ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, 6 ആംപിയർ. അടുത്ത ചോദ്യം, അറ്റ് വാട്ട് ടെമ്പറേച്ചർ എ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ബീക്കംസ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഏത് ടെമ്പറേച്ചറിലാണ് ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ പാരാമാഗ്നറ്റിക് മെറ്റീരിയലായിട്ട് ബിഹേവ് ചെയ്യുന്നത് എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ മെൽറ്റിംഗ് ടെമ്പറേച്ചർ, ഓപ്ഷൻ ബി ക്യൂറി ടെമ്പറേച്ചർ, ഓപ്ഷൻ സി നീൽ ടെമ്പറേച്ചർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. സോ ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ പാരാമാഗ്നറ്റിക് മെറ്റീരിയലായിട്ട് ബിഹേവ് ചെയ്യുന്നത് ക്യൂറി ടെമ്പറേച്ചറിലാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെയും പാരാമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെയും മാഗ്നറ്റൈസേഷനും അതിൻ്റെ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റിയും ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ അതിനൊരു ഇക്വേഷൻ ഉണ്ട്, മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി Xm ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ കൂടുകയാണെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഇവിടെ കുറയും. ദെൻ ഇനിയൊരു ഇക്വേഷൻ നമ്മൾ ഈക്വൽ ടു രൂപത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ Xm ഈസ് ഈക്വൽ ടു C/T. ഇതിൽ ഈ കോൺസ്റ്റൻറ്റ് C ആണ് ക്യൂറി ടെമ്പറേച്ചർ. അപ്പോൾ ഈ ഒരു ക്യൂറി ടെമ്പറേച്ചർ ഓരോ മെറ്റീരിയലിനും ഡിഫറെൻ്റ് ആയിരിക്കും.
സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരി ഉത്തരം. അടുത്ത ചോദ്യം, എ സോളിനോയിഡ് ഓഫ് ലെങ്ത് 120 cm ആൻഡ് റേഡിയസ് 2.4 cm ഹാസ് 5 layers of 600 turn each. The magnetic flux density at its center on its axis when a steady current of 2.1 ampere passes through the coil is mu0 is equal to 4 pi into 10 raised to minus 7. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു സോളിനോയിഡ് ഉണ്ട്, അതിൻ്റെ ലെങ്ത്ത് 120 cm ആണ്, റേഡിയസ് 2.4 cm ആണ്, അതിന് 600 ടേൺസ് ഉള്ള 5 ലെയേഴ്സ് ഉണ്ട്. നമ്മളോട് കാണാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആണ്. സോ നമുക്ക് 4 ഓപ്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. 6.6 into 10 raised to minus 3 ടെസ്ല, ഓപ്ഷൻ ബി 4.4 into 10 raised to minus 3 ടെസ്ല, ഓപ്ഷൻ സി 2.2 into 10 raised to minus 3 ടെസ്ല, ഓപ്ഷൻ ഡി 8.8 into 10 raised to minus 3 ടെസ്ല. അപ്പോൾ നമുക്കിവിടെ കാണുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആണ്. സോ ബി ഈസ് ഈക്വൽ ടു mu0 ni. ഇനി ഇവിടെ n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. സോ n ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ N ഡിവൈഡഡ് ബൈ L ആണ്. സോ n ഈസ് ഈക്വൽ ടു 600 into 5 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 3000. ഇനി നമുക്ക് L ഈസ് ഈക്വൽ ടു ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 120 സെൻറ്റിമീറ്റർ ആണ്, അത് 1.2 മീറ്റർ ആണ്. സോ ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് കൊടുക്കാം. സോ ഇവിടെ 3000 ഡിവൈഡഡ് ബൈ 1.2 അല്ലെങ്കിൽ 30,000 ഡിവൈഡഡ് ബൈ 12. സോ ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 2500 ആണ്. then ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് വാല്യൂ കൊടുക്കുക. ബി ഈസ് ഈക്വൽ ടു mu0യുടെ വാല്യൂ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 4 pi into 10 raised to minus 7 എന്നാണ്. സോ 4 into 22/7 into 10 raised to minus 7 into ഇനി ഇവിടെ വരുന്നത് n ആണ്. n നമുക്കിവിടെ കിട്ടി 2500 into I. ഇവിടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 2.1 ആംപിയർ ആണ്. ഈ വാല്യൂസിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നുണ്ട്, നമുക്ക് സോൾവ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ 4 into 22/7 into 10 raised to minus 7 നമ്മൾ അവസാനം എഴുതാം. 2500നെ 25 into 10 raised to 2 എന്ന് എഴുതാം. ഇൻറ്റു ഇവിടെ 2.1നെ 21 into 10 raised to minus 1 എന്ന് കൊടുക്കാം. ഇനി ഇവിടെ ഒരു 10 raised to minus 7 ഉണ്ട്. സോ ഇനി നമുക്ക് സോൾവ് ചെയ്യാം. ഇവിടെ 7ഉം 21ഉം കട്ട് ചെയ്യാം. ഇവിടെ 3 വന്നു. ഇനി ഇവിടെ നമുക്ക് ഗുണിച്ചെഴുതാം. 4 into 22 നമുക്ക് 88 എഴുതാം. ഇൻറ്റു ഇനി ഇവിടെ 25 into 3 75 വന്നു. ഇൻറ്റു ഇനി ഇവിടെ കൊടുത്തിട്ടുള്ള പവറുകൾ ഇവിടെ 10 raised to 2 ഉണ്ട്, ഇവിടെ 10 raised to minus 1, 10 raised to minus 7, 10 raised to minus 1ഉം minus 7ഉം 10 raised to minus 8 ആയി. ഈ 10 raised to 2 പിന്നെ ഇവിടെ 10 raised to minus 8 വരും, അതായത് 10 raised to minus 6 ആയി. ഇനി 88 into 75 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6600 ആണ്. 6600 into 10 raised to minus 6, അതായത് 6.6 into 10 raised to minus 3 ടെസ്ല എന്ന് നമുക്ക് കിട്ടും. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്, 6.6 into 10 raised to minus 3 ടെസ്ല. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് പല പ്രാവശ്യമായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് കറക്റ്റ് റിഗാർഡിങ് അബൌട്ട് എഡ്ഡി കറണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എഡ്ഡി കറൻറ്റുമായി ബന്ധപ്പെട്ടത് ഇതിൽ ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, എഡ്ഡി കറണ്ട് ഫ്ലോ ഇൻ സ്ട്രേറ്റ് ലൈൻ ലൈക്ക് എ വയർ. ഓപ്ഷൻ ബി, എഡ്ഡി കറണ്ട് ഹെൽപ്സ് ഇൻ generating electrical energy. Option C, by making use of a laminated core, eddy current are increased. Option D, eddy current converts useful energy into heat and waste it. അപ്പം എഡ്ഡി കറൻറ്റുമായി ബന്ധപ്പെട്ട കാര്യം, ഇതിൽ എഡ്ഡി കറൻറ്റുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എഡ്ഡി കറൻറ്റ് വരുന്നത് ഫാരഡേസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ടോപ്പിക്കുകളിലാണ് എഡ്ഡി കറണ്ടൊക്കെ വരുന്നത്. അപ്പോൾ എഡ്ഡി കറണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബാക്ക് EMF ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എഡ്ഡി കറൻറ്റുമായിട്ട് നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്. എഡ്ഡി കറണ്ട് കൺവേർട്സ് യൂസ്ഫുൾ എനർജി ഇൻ ടു ഹീറ്റ് ആൻഡ് വേസ്റ്റ് ഇറ്റ്.
ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ഇഫ് എ സി വോൾട്ടേജ് ഈസ് വി ഈസ് ഈക്വൽ ടു 200 സൈൻ 300t ആൻഡ് ആർ ഈസ് ഈക്വൽ ടു 10 ഓം ആൻഡ് എൽ ഈസ് ഈക്വൽ ടു 800 മില്ലി ഹെൻറി, ദ പീക്ക് വാല്യൂ ഓഫ് കറണ്ട് ഈസ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മോട് കാണാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് പീക്ക് വാല്യൂ ഓഫ് കറണ്ട്, അതായത് I0 ആണ് കാണാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കിവിടെ ജനറൽ ഇക്വേഷനായ വി ഈസ് ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി എന്നുള്ള ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ V0 ഈസ് ഈക്വൽ ടു 200 ആണ്, ഒമേഗ ഈസ് ഈക്വൽ ടു 300. ദെൻ നമുക്കിവിടെ റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു 10 ഓം എന്നിങ്ങനെയാണ് തന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ ഇൻഡക്റ്റൻസ് തന്നിട്ടുണ്ട്, L ഈസ് ഈക്വൽ ടു 800 മില്ലി ഹെൻറി ആണ്, ഇൻറ്റു 10⁻³ ഹെൻറി എന്ന് കൊടുക്കാം. സോ നമുക്കിവിടെ കാണേണ്ടത് പീക്ക് വാല്യൂ ഓഫ് കറണ്ട്, അതായത് I0 ഈസ് ഈക്വൽ ടു V0/Z ആണ്. അതായത് Z എന്ന് പറഞ്ഞാൽ ഇമ്പിഡൻസ്. സോ ഇമ്പിഡൻസ് കാണാൻ ലൊക്കേഷൻ Z ഈസ് ഈക്വൽ ടു √R² പ്ലസ് L ഒമേഗ ദ ഹോൾ സ്ക്വയർ. സോ നമുക്ക് ആദ്യം L ഒമേഗ ദ ഹോൾ സ്ക്വയർ കാണണം. സോ L ഒമേഗ ഈസ് ഈക്വൽ ടു, നമുക്കിവിടെ L അറിയാം, 800 ഇൻറ്റു 10⁻³ ഇൻറ്റു ഒമേഗയുടെ വാല്യൂ 300 ആണ്. സോ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ഇവിടെ 800 ഇൻറ്റു 10⁻³ ഇൻറ്റു 3 ഇൻറ്റു 10⁻² എന്ന് കൊടുക്കാം. സോ ഈക്വൽ ടു ഇവിടെ 3×8 2400 2400 ഇൻറ്റു ഇവിടെ 10⁻³ ഉണ്ട്, 10⁻² ഉണ്ട്, ഇൻറ്റു 10⁻⁻1, അതായത് 240 ഇവിടെ L ഒമേഗയുടെ വാല്യൂ. ഇനി നമുക്ക് Z കാണാം. Z ഈസ് ഈക്വൽ ടു √, ഇവിടെ R നമുക്ക് യൂസ്വലി തന്നിട്ടുണ്ട് 10 ആണ്, 10² പ്ലസ് 240 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 100 പ്ലസ് 240ൻ്റെ സ്ക്വയർ, അതായത് 24ൻ്റെ സ്ക്വയർ 576 ആണ്. ദെൻ 2 0. സോ ഇമ്പിഡൻസ് ഈസ് ഈക്വൽ ടു 57700. അപ്പോൾ √57,700 ആണ്. ഇനി ഇവിടെ 57600 എന്ന് പറയുന്നത് 24ൻ്റെ സ്ക്വയർ ആണ്. സോ 57700 ഒരു 100ൻ്റെ ഡിഫറൻസ് ഉള്ളൂ. നമുക്ക് ഇങ്ങനെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകളിലൊക്കെ ഇങ്ങനെ നമ്മൾ ആക്യുറേറ്റ് വാല്യൂ എടുത്ത് ചെയ്യുമ്പോൾ സമയം എടുക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു അപ്രോക്സിമേഷൻ എടുക്കാം. ഇവിടെ √57,700 എന്നുള്ളതിനെ നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് 240 തന്നെ എടുക്കാം. സോ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 240 തന്നെ ഇവിടെ കൊടുക്കാം. ഇനി നമുക്കിവിടെ I0 കാണാം. I0 ഈസ് ഈക്വൽ ടു V0 ഇമ്പിഡൻസ്. സോ ഇവിടെ V0 നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 200 ആണ്. 200 ഡിവൈഡ് ബൈ 240. സോ ഇതിൻ്റെ വാല്യൂ വരുന്നത് അപ്രോക്സിമേറ്റ്ലി 0.83 ആണ്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 0.832 ആംപിയർ. സോ നമുക്ക് ഇങ്ങനെ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇങ്ങനെ ചെറിയ വാല്യൂവിൽ ഡിഫറൻസ് വരുമ്പോൾ, അതായത് സ്ക്വയർ വരുന്ന സമയങ്ങളിൽ നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് വാല്യൂ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ ടൈം വേസ്റ്റ് ആയി പോകും. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അപ്രോക്സിമേറ്റ് എടുത്തിട്ട് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ 100ൻ്റെ ഡിഫറൻസേ വരുന്നുള്ളൂ. സോ 100ൻ്റെ ഡിഫറൻസ് വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ആക്യുറേറ്റ് വാല്യൂ എടുത്ത് ചെയ്യാൻ നിൽക്കേണ്ട. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് അപ്രോക്സിമേഷൻ എടുത്ത് ചെയ്താൽ നമുക്ക് ആൻസർ തെറ്റില്ല. കാരണം നമുക്കിവിടെ തന്നിട്ടുള്ള ഓപ്ഷൻസുകളുടെ വ്യത്യാസം നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ചോദ്യം, ദ വേവ് ലെങ്ത് ഓഫ് എ 1 kilo electron volt photon is 1.24 × 10⁻⁹ meter. The frequency in hertz of 1 mega electron volt photon will be. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 2 ഫോട്ടോണുകളുണ്ട്. അപ്പം അതിൻ്റെ ഒന്നാമത്തതിൻ്റെ എനർജി ഇവിടെ തന്നിട്ടുണ്ട് 1 kilo electron volt ആണ്. അതിൻ്റെ വേവ് ലെങ്ത്തും തന്നിട്ടുണ്ട് 1.24 × 10⁻⁹ meter. ദെൻ രണ്ടാമത്തൊരു ഫോട്ടോൺ തന്നിട്ടുണ്ട്, അതിൻ്റെ എനർജി നമുക്കിവിടെ തന്നിട്ടുണ്ട് 1 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. അങ്ങനെയെങ്കിൽ ഈ രണ്ടാമത്തെ ഫോട്ടോണിൻ്റെ ഫ്രീക്വൻസിയാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ രണ്ട് കേസിൽ എനർജി നമ്മളൊന്ന് മാറ്റി എഴുതാം, E1 ആൻഡ് E2.
അപ്പോൾ ഇവിടെ E1 തന്നിട്ടുള്ളത് 1 കിലോ ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇനി രണ്ടാമത്തെ കേസിലുള്ളത് 1 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. സോ ഇതിന് നമ്മൾ കിലോ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം. 10⁻³ കിലോ ഇലക്ട്രോൺ വോൾട്ട് എന്ന് എഴുതാം. സോ നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ ഉപയോഗിക്കാം. E = H ന്യൂ എന്നാണ്. അപ്പോൾ രണ്ട് കേസ് എടുക്കാം, E1 E2. ഇപ്പോൾ ഇവിടെ ന്യൂ1 H ന്യൂ2. സോ നമുക്ക് ഇക്വേഷൻ 1ഉം 2ഉം ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കോമൺ ടേംസ് H കട്ട് ചെയ്തു. നമുക്ക് കണ്ടെത്തേണ്ടത് ന്യൂ2 ആണ്. കാരണം ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ ഫോട്ടോണിൻ്റെ ഫ്രീക്വൻസിയാണ്. സോ ന്യൂ2 = ന്യൂ1 ഇൻറ്റു E2 ഡിവൈഡഡ് ബൈ E1 ആണ്. ഇനി നമ്മൾ ന്യൂയുടെ ഇക്വേഷൻ പഠിച്ചത് ന്യൂ = C/λ എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സോ ആ ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യാം. സോ C/λ ഇൻറ്റു E2/E1. സോ നമുക്കിവിടെ ലാംഡ വേവ് ലെങ്ത് തന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ വാല്യൂ കൊടുക്കാം. 3 × 10⁸ ഡിവൈഡഡ് ബൈ 1.24 × 10⁻⁻9 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 1. സോ ഇവിടെ ഈ 10⁻, നമ്മൾ പവറുകളെല്ലാം ആദ്യം ഒന്ന് കൺവേർട്ട് ചെയ്ത് എഴുതുന്നുണ്ട്. ഇവിടെ 10⁻8 ആണ്, താഴെ 10⁻�9, മുകളിൽ 10⁻³ ഉണ്ട്. ഇനി ഈ ഒരു 10⁻�9 മുകളിലേക്ക് വരുമ്പോൾ 10⁻9 ആവും. സോ ഇവിടെ 8 + 3 + 9 എന്ന് വരുമ്പോൾ 10⁻20 ആയിട്ട് മാറും. ഇനി ഇവിടെ 3/1.24 മാത്രമേ സോൾവ് ചെയ്യാനുള്ളൂ. 3/1.24 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2.4 ആണ്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി 2.4 × 10⁻20 ആണ്. ഇത്രയും ഹെഡ്സ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ഇൻ റുദർഫോർഡ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ് thin sheets of gold foil were bombarded with dash to understand the nuclear model of atom. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് റുദർഫോർഡിൻ്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ ഗോൾഡ് ഫോയിൽ വന്ന് ഇടിച്ചിട്ടുള്ളത് ഏത് പാർട്ടിക്കിൾ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ആൽഫ പാർട്ടിക്കിൾ, ഓപ്ഷൻ ബി ബീറ്റ പാർട്ടിക്കിൾ, ഓപ്ഷൻ സി ഗാമ പാർട്ടിക്കിൾ, ഓപ്ഷൻ ഡി എക്സ്റേസ്. വളരെ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, ആൽഫ പാർട്ടിക്കിൾ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് ഗോൾഡ് ഫോയിൽ വെയർ ബൊംബാർഡഡ് വിത്ത് ആൽഫ പാർട്ടിക്കിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം. സോ ഓപ്ഷൻ എ ആൽഫ പാർട്ടിക്കിൾ ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ഇഫ് ദ ടു സോഴ്സസ് ഓഫ് ലൈറ്റ് വേവ് ആർ കൊഹറൻറ്റ് ദെൻ ദേ വിൽ ഗിവ് ദ ലൈറ്റ് വേവ് സെയിം. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് രണ്ട് ലൈറ്റ് സോഴ്സ് ഉണ്ടാവുക കൊഹറൻ്റ് ആണ്. അപ്പോൾ അവിടെ ലൈറ്റ് സോഴ്സിന് സെയിം ആയിട്ടുള്ള എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഫ്രീക്വൻസി, ഓപ്ഷൻ ബി വേവ് ലെങ്ത്, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഇതിൻ്റെ ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും സെയിം ആയിരിക്കും, ഇവിടെ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡും സെയിം ആയിരിക്കും. സോ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ദ കറക്റ്റ് എക്സ്പ്രഷൻ ഫോർ ദ ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഈസ്. ന്യൂട്ടൻ്റെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ്റെ എക്സ്പ്രഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ എഫ് = G(m1m2/r), ഓപ്ഷൻ ബി എഫ് = G(m1m2/2r), ഓപ്ഷൻ സി എഫ് = G(m1m2/r²), ഓപ്ഷൻ ഡി എഫ് = G(m1m2/2r²). ഇപ്പോൾ ന്യൂട്ടൻ്റെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പറയുന്നത് എവറി ഒബ്ജക്റ്റ് ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട് ഈച്ച് അതർ. ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദെയർ മാസസ് ആൻഡ് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അതായത് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത് എഫ് = G(m1m2/r²) ആണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഇവിടെ ജി യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ്. സോ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം,
Which of the following statement is true about gravitational constant? Gravitational കോൺസ്റ്റൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് താഴെ തന്നിട്ടുള്ളതിൽ ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഇറ്റ് ഈസ് എ ഫോഴ്സ്, ഓപ്ഷൻ ബി ഇറ്റ് ഈസ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി, ഓപ്ഷൻ സി ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ മാസ് ഓഫ് ദ ഒബ്ജക്റ്റ്, ഓപ്ഷൻ ഡി ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ നേച്ചർ ഓഫ് ദ മീഡിയം ഇൻ വിച്ച് ദ മാസസ് ആർ കെപ്റ്റ്. ഇപ്പോൾ ഈ ഒരു 3-4 ഓപ്ഷൻ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷൻ ഇറ്റ് ഈസ് എ ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് എന്തല്ല ഫോഴ്സ് അല്ല. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് അത് ട്രൂ അല്ല. രണ്ടാമത് ഇറ്റ് ഈസ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി, അതിനെന്താണ് ഡയമെൻഷൻ ഉണ്ട്, അപ്പോൾ ഇത് തെറ്റാണ്. അടുത്തത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ മാസ് ഓഫ് ദ ഒബ്ജക്റ്റ്, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ഓപ്ഷൻ ഡി ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദ മീഡിയം ഇൻ വിച്ച് ദ മാസസ് ആർ കെപ്റ്റ്. സോ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, 2 bodies of mass 4 kg and 6 kg have equal momentum. The ratio of their kinetic energy will be. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് 2 ബോഡീസ് ഉണ്ട്, അവയുടെ മാസ് 4 കിലോഗ്രാമും 6 കിലോഗ്രാമാണ്, അവയ്ക്ക് ഈക്വൽ മൊമെൻ്റ് ആണ്. അങ്ങനെയെങ്കിൽ അവയുടെ കൈനറ്റിക് എനർജിയുടെ റേഷ്യോ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് 4 ഓപ്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. ഓപ്ഷൻ എ 3:2, ഓപ്ഷൻ ബി 2:3, ഓപ്ഷൻ സി 2:√6, ഓപ്ഷൻ ഡി √6:2. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത് p² = 2me എന്ന ഇക്വേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് രണ്ടിൻ്റെയും മൊമെൻറ്റം ഈക്വൽ ആണ്, അതായത് p1 = p2. സോ നമുക്ക് p1² = 2m1e1 എന്ന് കൊടുക്കാം, p2² = 2m2e2 എന്ന് കൊടുക്കാം. സോ നമുക്ക് ഈ രണ്ട് ഇക്വേഷനും കൂടെ ഡിവൈഡ് ചെയ്യാം. p1² / p2² = 2m1e1 / 2m2e2 എന്ന് വരും. സോ ഈ രണ്ട് ടേം ഇവിടെ സെയിം ടേംസ് ഇവിടെ ക്യാൻസൽ ആയി പോകുന്നുണ്ട്, 2 ക്യാൻസൽ ആവും. സോ നമുക്ക് e1 / e2 = m2 / m1 എന്ന ഇക്വേഷൻ വരും. അതായത് m2യുടെ വാല്യൂ ഇവിടെ കൊടുക്കുക. m2 എന്ന് പറയുന്നത് 6 ആണ്, m1 എന്ന് പറയുന്നത് 4 ആണ്. സോ 3/2, അതായത് e1 = e2 = 3:2 എന്ന് വരും. സോ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഈ ഒരു സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. The ratio of inertial force to viscous force is known as. Option A Reynolds number, option B Froude's number, option C Weber's number, option D Poisson's ratio. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, റെയ്നോൾഡ്സ് നമ്പർ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ബാക്കി ഫിസിക്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു സെഷനിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐഡിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്, ഡയറക്റ്റായിട്ട് മെസ്സേജ് അയക്കാം. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരേക്കും ജയ് ഹിന്ദ്.